ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. മലയോര ഹൈവേയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് പൂക്കോട്ടുംപാടം മുതൽ കക്കാടം പോയിൽ വരെയുള്ളതിൽ ചന്തക്കുന്ന് വരെയുള്ള വർക്കാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചന്തക്കുന്ന് മുതൽ കക്കാടം പോയിൽ വരെയുള്ള വർക്ക് മലയോര ഹൈവേയുടെ അത് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഏരിയയാണ്. രണ്ട് കൺസ്ട്രക്ഷൻ കമ്പനികളാണ് വർക്ക് എടുക്കുന്നത്. ഒന്ന് മലബാർ ടെക്കും പിന്നെ അതുപോലെ തന്നെ ഊരാളുങ്കലുമാണ്. പൂക്കോട്ടുംപാടം മുതൽ കക്കാടം പോയിൽ വരെ 3 കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ പൂക്കോട്ടുംപാടം മുതൽ മയിലാടിപ്പാലം, അതായത് ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് മയിലാടിപ്പാലം വരെ CV ജോസഫ് ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡും, മയിലാടിപ്പാലം മുതൽ മൂലേപ്പാടം പാലമുണ്ട് അവിടം വരെ മലബാർ ടെക്കും, പിന്നെ മൂലേപ്പാടം പാലം മുതൽ നേരെ കക്കാടം പോയിൽ വരെ ഊരാളുങ്കലുമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ചന്തക്കുന്നിലാട്ടോ. അപ്പോൾ ഇതാണ് ചന്തക്കുന്ന് ടൗൺ. നല്ല തിരക്കുള്ള ടൗൺ തന്നെയാണ്. ഇത് വഴിക്കടവ് റോഡും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ തിരക്ക് ഈ ഭാഗത്തുണ്ട്. നിലമ്പൂർ വഴിക്കടവ് റോഡൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നിലവിലെ റോഡ് തന്നെയാണ് മലയോര ഹൈവേ ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ട് ഭാഗത്തും ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഇനി ഇതെങ്ങനെ വീതി കൂട്ടുമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കക്കാടം പോയിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആട്യമ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അകമ്പാടം ഭാഗങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ അകമ്പാടം വഴിയാണ് നേരെ നമ്മൾ കക്കാടം പോയിൽ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡ് തന്നെയാണ് ഇത്. ശരിക്ക് 2 വരിപ്പാതയുടെ വീതി മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എങ്ങനെ വീതി കൂട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും നിങ്ങൾ കണ്ടില്ല ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളാണ്. എന്തായാലും നമ്മൾ പൂക്കോട്ടുംപാടം മുതൽ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്താണ് കുറച്ച് ഭാഗം നിലവിലെ ടൗണുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അകമ്പാടം ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് പോകും. നേരെ പോയി കഴിഞ്ഞാൽ വഴിക്കടവാണ്. ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ വഴി കൂടെ നേരെ അകമ്പാടം വഴി നിങ്ങൾക്ക് അരീക്കോട് ഭാഗത്തേക്കൊക്കെ പോകാം, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകട്ടോ. അപ്പം ഇവിടെ നിന്നൊക്കെയാണ് പിന്നീട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ CV ജോസഫ് ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ ഇതിന് മുൻപ് കണ്ടമാതിരി തന്നെ എല്ലാ ഭാഗത്തും ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിന്റെ 2 ഭാഗത്തായിട്ടും കോൺക്രീറ്റിംഗ് ചെയ്യേണ്ട ഭാഗത്ത് കോൺക്രീറ്റിങ്ങും, അതുപോലെ തന്നെ കട്ടകൾ പതിക്കേണ്ട ഭാഗത്ത് കട്ടകളും പതിച്ചിട്ടുണ്ട്. പക്ഷേ 2 വരി പാത എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിൽ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചന്തക്കുന്ന് ടൗൺ ഒഴിവാക്കിയിട്ട് ഈ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറെ റോഡ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം മലയോര ഹൈവേ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജനങ്ങൾ ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ ടൗൺ വരുമ്പം ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾ റോഡൊക്കെ വീതി കൂട്ടി 2 ഭാഗത്തും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് W സ്റ്റീൽ ക്രാഷ് ബാരർ പണിതിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് ഇഷ്ടം പോലെ ഹോട്ടലുകളും അതുപോലെ തന്നെ കഫേകളും വന്നിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെയാണ് നേർക്കാഴ്ച എന്ന് പറഞ്ഞത്. കാരണം പല അങ്ങാടികളിലും ഇതുപോലെ വികസനം വരികയാണ് ഓരോ റോഡുകൾ കടന്നു പോകുന്ന സമയത്ത്. നമുക്ക് പണ്ട് ഈ ഭാഗത്തു കൂടെയൊക്കെ സഞ്ചരിച്ച ആളുകൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ റോഡ് എന്നുള്ളത്. എൻ്റെ പഴയ വീഡിയോ ഞാൻ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിലും കൊടുക്കാം, അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ വീഡിയോന്റെ ലാസ്റ്റും കൊടുക്കാം. അത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് റോഡുകൾ എന്നൊക്കെ. ഇപ്പം നോക്കി നിങ്ങൾ റോഡുകളൊക്കെ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ വന്നു. അതൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇതിനു മുൻപ് കോഴിക്കോട് ഭാഗത്തെ മലയോര ഹൈവേന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ പിന്നെ നമ്മൾ മലപ്പുറം ഭാഗത്തേക്ക് വന്നു. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടംപോലെ അങ്ങാടികളൊക്കെ വളരെയധികം വികസനം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കോട്ടുംപാടം മുതൽ മയിലാടിപ്പാലം. അപ്പൊ ഇതാണ് മയിലാടിപ്പാലം. ഇവിടം വരെയാണ് CV ജോസഫ് ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വർക്ക് ഇരിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് മലബാർ ടെക്കിന്റെ വർക്കാണ്. പിന്നെ ഇതൊക്കെ പൂർണ്ണമായിട്ട് കിഫ്ബി ഫണ്ട് തന്നെയാണ്. KRFBന്റെ മേൽനോട്ടത്തിലാണ് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ കമ്പനികൾ വർക്ക് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിലവിലെ പാലം തന്നെയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി കുറച്ച് ഭാഗത്ത് വർക്കുകൾ കാര്യമായിട്ട് നടക്കാനുണ്ട്. നടന്നു എന്ന് പറയാൻ പറ്റില്ല, പല സ്ഥലത്തും വൈഡനിങ് നടന്നിട്ടുണ്ട്. ചില ഭാഗത്ത് ഇതേമാതിരി സൈഡ് കരിങ്കലുകൊണ്ട് കെട്ടിപ്പൊന്തിച്ച് വരുന്നുണ്ട്. ചില ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ മയിലാടിപ്പാലം മുതൽ മൂലേപ്പാടം പാലം വരെയാണ് മലബാർ ടെക്കിന്റെ വർക്ക്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. കാരണം ഈ ഭാഗമൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. ഇതാണ് മണ്ണുപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമായിട്ട്. ഇവിടെയൊക്കെ അതേമാതിരി തന്നെ കാര്യമായിട്ടൊരു മാറ്റവുമില്ല. പിന്നെ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച കാണാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം നമ്മളൊരു കാടിന്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡ് പിന്നീട് കുറച്ചു ദൂരം കടന്നു വേണം. ഇനി അടുത്ത് വരുന്നത് എരഞ്ഞിമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം. ഈ എരഞ്ഞിമങ്ങാട് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് 2 ഭാഗത്തും വലിയ വലിയ മരങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ നിലവിലെ റോഡ് 2 വരിപ്പാത തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. കണ്ടോ ഇവിടെ മാർക്ക് ഉണ്ട്, മഞ്ഞ മാർക്ക്. അതൊക്കെ പൊളിച്ചു മാറ്റാനുള്ള ഇവിടെയൊക്കെ വീതി കൂട്ടി വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റും. ഇവിടുന്ന് അങ്ങോട്ട് കാഴ്ചയുണ്ട് മോനെ, നല്ല അടിപൊളിയാണ്. കാരണം ഇപ്പൊ വലിയ പച്ചപ്പൊന്നുമില്ല, കാരണം നല്ല വെയിലാണ്. അതുകൊണ്ട് ഇലകളൊക്കെ കരിഞ്ഞിരിക്കുകയാണ്. നല്ല മഴക്കാലത്ത് ഈ ഭാഗത്ത് വന്ന് കഴിഞ്ഞാണ്ടല്ല ഒരു അടിപൊളി വൈബ് തന്നെയാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഴക്കാലത്താണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്.
ഏകദേശം 2024 കേട്ടോ. അന്നൊക്കെ നല്ല മഴക്കാലം വരുന്നു. അന്നൊക്കെ ഇവിടെ വെറും പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞ രീതിയാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തത് എന്താണ്, സദ്ദാം ജംഗ്ഷൻ എന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആട്ടിയമ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പം ഇത് സദ്ദാം ജംഗ്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ അകമ്പാടം ടൗൺ വരുന്നത് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയാണ്. രണ്ട് ഭാഗത്ത് ഇഷ്ടം പോലെ കെട്ടിടങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് വീതി കൂട്ടിയാണ്, കാരണം ഇനി നടപ്പാതകളൊക്കെ സ്ഥാപിക്കാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ അങ്ങാടികളൊക്കെ വന്ന മാറ്റങ്ങൾ, രണ്ട് ഭാഗത്തും നടപ്പാതയും അതിനോട് ചേർന്നിട്ട് കൈവരികളൊക്കെ സ്ഥാപിച്ചിട്ട് വളരെയധികം മാറ്റങ്ങളാണ് ആ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് ഇടിവണ്ണ എന്ന റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒന്നും കാര്യമായിട്ട് വൈഡനിങ് നടന്നിട്ടില്ല. ചില ഭാഗത്തൊക്കെ ഇതേമാതിരി മണ്ണൊക്കെ ലെവലാക്കി പോയിട്ടുണ്ടെന്നല്ലാണ്ട് വേറൊന്നും കാണുന്നില്ല. പിന്നീട് ഇവിടെയാണ് കാര്യമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, മലബാർ ടെക്. ഇവിടെ ഇപ്പോൾ സൈഡ് കെട്ടിപ്പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്നൊക്കെ മണ്ണ് മാറ്റിയിട്ട് വീതി കൂട്ടിയിട്ട് അടിയിൽ നിന്ന് തന്നെ ഫൗണ്ടേഷൻ വെച്ചിട്ട് കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിക്കുന്നുണ്ട്. ഇവിടെ കുറേ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ട് നിങ്ങൾ, ഇവിടെയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വലതു ഭാഗത്തല്ല, ഇടതു ഭാഗത്താണ് കാര്യമായിട്ട് വർക്ക് നടന്നിരിക്കുന്നത്. ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. അപ്പം അടിയിൽ നിന്ന് തന്നെ കരിങ്കല്ലുകൊണ്ടും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കെട്ടിപ്പൊന്തിച്ചിരിക്കുകയാണ്. റോഡിന് കുറുകെ കൾവേർട്ടുകളൊക്കെ നിർമ്മിക്കും, കാരണം രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഒക്കെ വരുന്ന സമയത്ത് അതേ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ വൈഡനിങ്ങിന് വേണ്ടി മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് മലബാർ ടെക്കിന്റെ. എന്തായാലും 2026 അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം ഭാഗങ്ങൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലയോര ഹൈവേയുടെ പണികൾ പൂർത്തിയാക്കും നമുക്ക് കരുതാം. അപ്പൊ നമ്മൾ ഇതിൽ കൂടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭൂപ്രകൃതി എന്നുള്ളത്. കാരണം അത്രയും മനോഹരമായ സ്ഥലങ്ങളാണ്. ചില ഭാഗങ്ങളിലൊക്കെ റബ്ബർ എസ്റ്റേറ്റുകൾ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത്. അപ്പം അതിൻ്റെതായ നല്ല വിഷ്വൽ ബ്യൂട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ ഭാഗത്തുണ്ട്. കുറേ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ അരുവികളും ഉണ്ട്. ഇനി ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട് റിസോർട്ടുകളും അതുപോലെ തന്നെ വില്ലകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് മൂലേപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ മൂലേപ്പാടം പാലം വരെയാണ് മലബാർ ടെക്കിന്റെ വർക്ക് നടക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തത് നമ്മൾ കണ്ടത് CB ജോസഫ് ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് മലബാർ ടെക്, അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഊരാളുങ്കലിന്റെ വർക്ക് വരുന്നത്. ഇവിടെ ഒന്നും വലിയ വിഷയമില്ല. വിഷയം കിടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂലേപ്പാടം പാലം കഴിഞ്ഞിട്ട് പിന്നീട് കക്കാടംപൊയിൽ വരെയുള്ള ഭാഗങ്ങളാട്ടോ. അത് അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ഏരിയയാണ്. നല്ല രീതിയിൽ തന്നെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ആ റോഡ് നിർമ്മിക്കേണ്ടതും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 2024 കാഴ്ചകളാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം അന്ന് ഇവിടെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ താ നോക്കുക നിങ്ങൾ, വളരെയധികം മാറ്റം സംഭവിച്ചു. ഇപ്പം നമ്മൾ നേരത്തെ അതേമാതിരി തലയാട് ഭാഗത്തൊക്കെ പോയ സമയത്ത് എന്താണ് അവിടെ വന്ന മാറ്റം, നല്ല രീതിയിൽ തന്നെ റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ സൈഡ് കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിക്കുകയാണ്, വീതി കൂട്ടി വരുന്നുണ്ട്, സൈഡിലൊക്കെ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കുകൾ നല്ല വേഗതയിൽ തന്നെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൂലേപ്പാടം പാലം വരുന്നുണ്ട്. അവിടെ വരെയാണ് മലബാർ ടെക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാര്യമായിട്ട് മലബാർ ടെക്കിന്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡനിങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൾവേർട്ടിന്റെ നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ മലയോര ഹൈവേന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിലെനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. കോസ്റ്റൽ ഹൈവേനെ കുറിച്ചൊരു, കോസ്റ്റൽ ഹൈവേ കടന്നു പോകുന്നത് 2 ജില്ലകൾ ഒഴികെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഏകദേശം 5 ജില്ലകൾ ഒഴികെയാണ് നമ്മളെ കോസ്റ്റൽ ഹൈവേ കടന്നു പോകുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്, പിന്നെ പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഇത്രയും ജില്ലകൾ ഒഴിവാക്കിയിട്ടാണ് നമ്മളെ കോസ്റ്റൽ ഹൈവേ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എഴുതുക, എന്നാലും നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മൂലേപ്പാടം പാലട്ടോ. ഇവിടെ വരെയാണ് മലബാർ ടെക്കിന്റെ വർക്ക്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഊരാളുങ്കലിന്റെ വർക്ക് തുടങ്ങുന്നത്. അതും ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഏരിയ. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് യഥാർത്ഥ മലയോര ഹൈവേന്റെ കാഴ്ചകൾ. കാരണം കാടിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പല സ്ഥലത്തും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച റോഡുകളാണുള്ളത്. അതും ഒരു വണ്ടി മാത്രമേ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുള്ളൂ. മറുഭാഗത്ത് നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി കൊടുക്കണം. അങ്ങനത്തെ റോഡാണ് ഈ ഭാഗത്തുള്ളത്. ശരിക്കും അതൊക്കെ അല്ലേ രസം മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ. അല്ലാണ്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് 4 വരിപ്പാത 2 വരിപ്പാതയൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റ് റോഡായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് മലയോര ഹൈവേന്റെ യഥാർത്ഥ ഫീൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ വളവും തിരിവും അല്ല ഹെയർ പിൻ ടേൺ ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് മലയോര ഹൈവേന്റെ യഥാർത്ഥ ഫീൽ ലഭിക്കുക. ഇനി ഇവിടെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സാധാ ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്, റോഡ് മാർഗം പോയിട്ട്. പിന്നീടാണ് നമ്മൾ ഡ്രോൺ ഷോട്ട് കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ റോഡ് പോയിരിക്കുന്നതെന്ന് ആകാശ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ അതിരപ്പള്ളി വാഴച്ചാൽ റോഡാണ്. കാരണം ഇതുപോലെ റോഡായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല രീതിയിൽ തന്നെ ടാറിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ട് നല്ല അടിപൊളി റോഡായിട്ടുണ്ട്. ഇവിടെ വർക്കുകൾ ആരംഭിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. പല സ്ഥലത്തും ഇതേമാതിരി റോഡിൽ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലൈൻമെന്റ് പ്രകാരം ഏറ്റെടുത്ത സ്ഥലത്തുകളൊക്കെ ഇങ്ങനെ മഞ്ഞ കുറ്റികൾ നാട്ടിയിട്ടുമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ വഴിക്ക് വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ വെട്ടി മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും തോന്നുന്നുണ്ട്. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ റിസോർട്ടുകളുടെ പണികൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്, നല്ല അടിപൊളി സൈറ്റാണ്.
ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയൊക്കെ ഊരാളുങ്കലിന്റെ കണ്ടെയ്നർ ബോക്സ് എന്ന് വെച്ചാൽ ഓഫീസിന് വേണ്ടിയുള്ള കണ്ടെയ്നർ ബോക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തെ പണി അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് കണ്ടിടത്തോളം. കാരണം നിങ്ങൾക്ക് ഈ റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ കൂടിയാണ് നമ്മളെ മലയോര ഹൈവേ കടന്നു പോകുന്നത്. കാരണം അത്രയും ഹെയർ പിൻ ടേണുകൾ ഈ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഒരു കൊക്കമാരുള്ള പ്രദേശമാണ്. കാരണം അതിൽ കൂടെ ചെറിയ ചോലകൾ കടന്നു പോകുന്നുണ്ട്. ഇവിടുന്ന് നേരെ തിരുവമ്പാടി ഭാഗത്തേക്ക് അതുപോലെ തന്നെ കക്കാടംപൊയിൽ ഭാഗത്തേക്ക് കടന്നു പോട്ടെ. ഇതാണ് നമ്മളെ വെണ്ടേക്കൊമ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇനി വർക്ക് നടക്കാനുണ്ട്. ഇതൊക്കെ പാലൊക്കെ ചെറുതാണ്. ഇതൊക്കെ മിക്കവാറും പൊളിച്ചിട്ട് പുതിയ പാലം പണിയുമായിരിക്കും. എന്തായാലും ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്കുകൾ കാണാനില്ല. പക്ഷേ അത് അലൈൻമെന്റ് പ്രകാരം ഏറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വഴി സഞ്ചരിക്കുന്ന സമയത്ത് റോഡിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം മാർക്ക് ചെയ്ത് പോയിരിക്കുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടല്ലോ. വീടുകളല്ല, ഇതൊക്കെ കോട്ടേജസും ഹോം സ്റ്റേകളൊക്കെയാണ്. പിന്നെ വീടുകളൊക്കെ കുറച്ച് മുൻപുണ്ട്. ഇനി ഇവിടെ നിന്നാണ് യഥാർത്ഥ മലയോര ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്നാണ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച റോഡ് ഇട്ടാ. പക്ഷെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച റോഡ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ വലിയൊരു വാഹനം രണ്ട് ഭാഗത്തേക്കും വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കേണ്ടി വരും. ഇതിപ്പോ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഹെയർ പിൻ ഉണ്ട് എന്നുള്ളത്. പക്ഷേ മുകൾ ഭാഗത്ത് നിന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ. കണ്ട നിങ്ങൾ ഈ ഭാഗത്ത് കൂടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ്. കാരണം ഒരു ഭാഗത്ത് കൊക്കയാണ്, പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യമായിട്ട് ആരും ഈ വഴിക്ക് വരുന്നുമില്ല. കണ്ട ഈ ഭാഗത്തൊക്കെ മരങ്ങൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചിലപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളായിരിക്കും. കക്കാടംപൊയിൽ എത്താനായി നമ്മൾ. അതുപോലെ തന്നെ ഇനിയാണ് നമ്മളെ ആകാശക്കാഴ്ച കേട്ടോ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ നിന്നാണ് കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെയുള്ള റീച്ച്. അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞ പ്രദേശമാണ്. കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെ 100% വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ പ്രദേശം കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മളെ ആകാശക്കാഴ്ച. നമ്മൾ താഴത്തുകൂടെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഹെയർ പിൻ ടേൺ ഉണ്ട് എന്നുള്ളത്. ഇത് മുകൾ ഭാഗത്ത് നിന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഈ റോഡ് പോയിരിക്കുന്നത് എന്നുള്ളത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തമിഴ്നാട്ടിലെ കൊല്ലി ഹിൽസ് ആണ്. കൊല്ലി ഹിൽസ് ഏകദേശം ഇതേ മാതിരി തന്നെയാണ് റോഡ് പോയിരിക്കുന്നത്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ഹെയർ പിൻ ടേണുകൾ അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെയുള്ള യാത്രയായിരിക്കും മലയോര ഹൈവേന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി വൈബുള്ള സ്ഥലം. ഈ ടാസ്ക് വന്നിരിക്കുന്നത് നമ്മളെ ഊരാളുങ്കലിലാണ്. എന്തായാലും പണികളെല്ലാം അതിവേഗം പൂർത്തീകരിക്കും വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത 66 തലപ്പാടി മുതൽ ചെങ്ങള വരെ വളരെയധികം വേഗതയിലാണ് അവർ 6 വരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പണി തന്നെയായിരിക്കും. കാരണം നിലവിലെ റോഡിന് 2 ഭാഗം മിക്കവാറും കെട്ടിപ്പൊന്തിച്ചിട്ടായിരിക്കും വീതി കൂട്ടുണ്ടാവുക. കാരണം അത്ര റിസ്ക് പിടിച്ചൊരു ഏരിയ ആയതുകൊണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഈ ഭാഗത്തെ വർക്ക് വരിക എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഈ റീച്ച് അവസാനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കോട്ടുംപാടം മുതൽ കക്കാടംപൊയിൽ വരെ, പിന്നീട് കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെ റീച്ചാണ് കിട്ടുക. അവിടെയൊക്കെ ഫുള്ള് നോക്കി നിങ്ങൾ ടാറിങ് കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റഡ് വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെ ഉള്ളത് ഒന്ന് കണ്ടു വെക്കട്ടെ. മലയോര ഹൈവേന്റെ ഏകദേശം 2024 മുതലുള്ള വർക്കുകളെ കുറിച്ച് ഈ പ്രദേശത്തെ കുറിച്ചുള്ളൊക്കെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിഷാദ് പടിഞ്ഞാറ്റൂർ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ഉടനെ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.